ഇന്ന് ആദ്യം തന്നെ നമ്മളൊരു ചോക്കോ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് അറിയാൻ പറ്റും, എന്നാലും അറിയാത്തവരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചോക്കോ ബട്ടർസ്കോച്ച് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സ്, പിന്നെ പ്രളൈൻ, പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം, അങ്ങനെ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മളൊരു 10 ഇഞ്ചിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പഞ്ചൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് 7 ഇഞ്ചിലാണ് കേട്ടോ. 2 7 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ടാണ് കുറച്ച് ഹൈറ്റ് കൂടിയ രീതിയിൽ നമ്മൾ 1 kg കേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സ്പഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ്, അതുപോലെ പാല്, മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിറപ്പ് റെഡിയാക്കിയത്. എന്നിട്ട് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷും കൂടി ഇതിന് മേലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടുള്ളൊരു ഗനാഷിൻ്റെ ആവശ്യമില്ല, കുറച്ച് ലൂസാണ്, എന്നാൽ ഒരുപാട് ലൂസും ആവാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ പ്രളയിൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. പ്രളയിൻ എപ്പോഴും നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒത്തിരി വലുതാക്കി ഇടുന്നതിലും ടേസ്റ്റ് നന്നായിട്ട് പൊടിച്ചിടുമ്പോഴാണ്. എന്നിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ലെയറിൽ കുറച്ചും കൂടി ഗണാഷ് ഒഴിച്ചിട്ട് നമ്മൾ അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സിങ് തന്നെയാണ് നമ്മൾ അടുത്ത ലെയറിലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഔട്ടർ ലുക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ കേക്ക് നല്ല ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1:1 റേഷ്യോയിലാണ് ചോക്ലേറ്റും ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിലും കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രം കോട്ടിങ് ചെയ്യുന്നത്. പിന്നെ നമ്മളതൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയാണ് ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യുന്ന വീഡിയോ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വീഡിയോസിലൊക്കെ കാണാറുള്ളത് കാരണമാണ് നമ്മൾ അത് കാണിക്കാതിരുന്നത്. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തമായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ താഴെ നൈഫ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ ഒരു അൺഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു. പിന്നെ ഇത് ലീഫ് വരക്കാണ്ട്, ലീഫ് നോസിലൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ലീഫ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നോസിലില്ലാതെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് കസ്റ്റമർ മോഡൽ തന്നതിനകത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചിട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മളുടെ 2 ടയർ കേക്കിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ 2 ടയർ കേക്കിൻ്റെ താഴെ വെക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഡെമ്മി. ഇത് 7x5 ആണ്. 7 ഇഞ്ചും 5 ഇഞ്ച് ഹൈറ്റുമാണ്. ഇതേപോലെ നമുക്ക് 7x4 അവൈലബിൾ ആണ്. ഇതിന് 79 രൂപയാണ്. ഓരോ സൈസിലുള്ള ഡെമ്മിക്കും ഓരോ റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഈ ഒരു ഡെമ്മിയാണ്. അപ്പോൾ ഡെമ്മി എപ്പോഴും നമ്മൾ ക്ലീൻ റാപ്പ് വെച്ച് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം കോട്ടിങ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ ആരെങ്കിലുമൊക്കെ ഒന്ന് ക്രീമൊക്കെ തോണ്ടി വെക്കണം കേക്കാണ് എന്ന് കരുതി തോണ്ടിയൊക്കെ തിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ ചിലപ്പോൾ ക്രീമിലേക്ക് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വായിൽ വെക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ നമ്മുടെ വായിൽ പോകും. അപ്പോൾ അത് നമുക്കൊരു മോശമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് വേണം കേക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. അമ്മിക്ക് നമ്മൾ ഒറ്റ കോട്ടിങ്ങാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഡമ്മിയിൽ ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ പുറകിൽ, ഡമ്മിയുടെ പുറകിൽ നമ്മൾ 2 സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അത് വേണം ബേസിലേക്ക് ഒട്ടിക്കാൻ. ബേസിലേക്ക് നമ്മൾ 2 സൈഡ് ടേപ്പ് ഒട്ടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെക്കുന്ന പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ വല്ല മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഡമ്മിയുടെ മേളിൽ 2 സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അത് ബേസിലേക്ക് വെക്കുക. ബേസിൽ വെക്കുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ തന്നെയായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡ് ടേപ്പ് ബേസിലേക്ക് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുത്ത് മാറ്റലൊക്കെ നല്ല റിസ്ക് ഉള്ള പണിയാണ്. കുറച്ച് വെയിറ്റ് കൂടുതലുള്ള ഒരു ഐറ്റം ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഡെമ്മിക്ക് വെയിറ്റ് ഇല്ലാത്ത കാരണം ഫൈനൽ കോട്ട് ചെയ്യുന്ന ടൈമിൽ അത് നന്നായിട്ട് ഇങ്ങനെ ഇളകിയിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം കോട്ട് ചെയ്യുന്നതിലും കൂടുതൽ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യുന്ന ടൈമിലായിരിക്കും അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇതേപോലെ ക്രീം തേക്കുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള പാത്രം എന്തെങ്കിലും എടുത്ത് മേളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡെമ്മ് ചെയ്യുമ്പോൾ എപ്പോഴും പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് വേറെ ഒന്നുമല്ല, നമ്മൾ നൈഫൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈവൺ ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ ക്രീം കിട്ടിയില്ല എന്ന് വരും.
അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ടൈമും എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മേൽഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഡെമ്മി ആണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ക്രീമിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് കൊടുത്താലാണ് നമ്മുടെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴും നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ 7 ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് താഴെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മേളിൽ 5 ഇഞ്ചിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ 4 ഇഞ്ചിൻ്റെയോ കേക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ 8 ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് ഉപയോഗിക്കുന്നത്. 8 ഇഞ്ചിൻ്റെയും ഇതുപോലെ 8x5 സൈസിലും 8x4 സൈസിലും അവൈലബിൾ ആണ്. 8ൻ്റെ ആകുമ്പോൾ നമുക്ക് 5ഓ 6ഓ ഉപയോഗിക്കാം. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് കസ്റ്റമർ തരുന്ന മോഡലും ഡിസൈനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കേക്കിൻ്റെ റേറ്റ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. 2 ടയർ കേക്കിന് എങ്ങനെയാണ് റേറ്റ് വരിക, വെഡ്ഡിങ് കേക്കിന് എങ്ങനെയാണ് റേറ്റ് വരിക എന്നുള്ളതൊക്കെ. ഇതേപോലെ മേൽഭാഗവും കുറച്ച് കട്ടിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഡെമ്മിക്ക് നമ്മൾ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഡെമ്മിയുടെ റേറ്റ് പ്ലസ് നമ്മൾ റാപ്പ് ചെയ്ത് അത് ടേപ്പ് ചെയ്ത് ഒട്ടിക്കുന്നത് എല്ലാം കൂടി നമ്മൾ 100 രൂപയാണ് പറയുന്നത്. 2 ടയർ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ 100 വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഡെമ്മിയുടെ റേറ്റും പിന്നെ ടയർ ചെയ്യുന്നതിൻ്റെ റേറ്റും കൂടാതെ പിന്നെ നമ്മൾ കേക്കിൻ്റെ റേറ്റ് കൂട്ടും. കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലേവർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. 1/2 kg അല്ലെങ്കിൽ ഒരു 3/4 കിലോ 1 kg അങ്ങനെ പല തൂക്കത്തിലും നമുക്ക് കേക്ക് ചെയ്യാം. 2 ടയർ കേക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ ആ കേക്കിന് വെയിറ്റും കൂടി നോക്കിയിട്ട് നമ്മൾ അതിന് റേറ്റ് ഇടുക. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് അത് പലതും പല റേറ്റാണ്. 25ൻ്റെ ഉണ്ട്, 20 ഉണ്ട്, 35, 30 അങ്ങനെ പല റേറ്റിൻ്റെയും വരുന്നുണ്ട്. നമ്മൾ എത്ര ഫ്ലവർ ഒരു കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ അതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള റേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര ഫ്ലവർ ആണോ കേക്കിലേക്ക് ഉപയോഗിച്ചേക്കുന്നത് അത് അതിൻ്റെ കൂടെ കൂട്ടാം. പിന്നെ അതേപോലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കൂട്ടാം. ഇപ്പോൾ വെഡ്ഡിങ് കേക്കൊക്കെ ആകുമ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സീസിൻ്റെ ഒക്കെ ടോപ്പേഴ്സ് ഉണ്ടാവും. അത് പല റേറ്റിൻ്റെ ഉണ്ട്, 45, 50, 55 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ റേറ്റ് നമുക്ക് കൂട്ടാം. റേറ്റ് കുറഞ്ഞ ടൈപ്പ് 15 രൂപ 20 രൂപയുടെയൊക്കെ ടോപ്പേഴ്സ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയൊക്കെ അതിൻ്റെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല, ചെറിയ റേറ്റിലേ വന്നുള്ളൂ. പക്ഷേ കുറച്ച് കൂടുതൽ റേറ്റ് വന്ന ടോപ്പേഴ്സൊക്കെ നമുക്ക് റേറ്റ് കൂട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാനിവിടെ താഴെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ മേളിൽ കൊടുക്കാനായിട്ട് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് 4 ലെയറായിട്ട് കട്ട് ചെയ്തു. ഏകദേശം ഒരു 750 ഗ്രാം വെയിറ്റ് നമുക്ക് കേക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ആ കേക്കിനും താഴെ ഭാഗം ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ ടയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇതേപോലെ താഴെ നൈഫ് സപ്പോർട്ട് കൊടുത്തിട്ട് മേളിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കേക്ക് ടയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മേളിൽ വെക്കുന്ന കേക്ക് നല്ലോണം ഒന്ന് സെറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കാം. താഴെ ഡെമ്മി ആയതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ കേക്ക് ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഡെക്കറേഷനൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് എക്സാക്റ്റ് അതേപോലെയൊക്കെ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ കസ്റ്റമറോട് പറയാം. 2 ടയർ കേക്കൊക്കെ പാക്ക് ചെയ്യാനായിട്ടുള്ള ബോക്സുകൾ അവൈലബിൾ ആണ്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, ഒരു 65, 70 അങ്ങനത്തെ റേറ്റൊക്കെ വരുന്നുണ്ട്. അത് വാങ്ങാതെ ഇപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് കുറച്ച് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 1 kgയുടെ ബോക്സ് യൂസ് ചെയ്തിട്ട് അതൊരു ബോക്സ് ടൈപ്പ് പോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്തി വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ടോൾ കേക്ക് നമ്മൾക്ക് എങ്ങനെ പാക്ക് ചെയ്യാം, ഇങ്ങനത്തെ 2 ടയർ കേക്കുകൾ നമുക്ക് എങ്ങനെ പാക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഫ്ലവേഴ്സും അതുപോലെ ഫോക്സ് ബോൾസും ലീവ്സൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഡെമ്മി വെച്ചിട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഡെമ്മി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.